എനിക്ക് ചെറുപ്പം മുതലേ ക്യാമറേൻ്റെ മുന്നിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടിക്ടോക്കിൽ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമിനായാലും മ്യൂസിക് ആൽബത്തിനായാലും ഉള്ള അവസരം കിട്ടുന്നത്. രണ്ടമ്മമാരും ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് അയ്യോ ആ സീരിയലിൽ വണ്ടി ഓടിക്കുന്ന കൊച്ചല്ലേ, അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പേയ്മെൻറ്റിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കാണുന്നത്. കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് ന്യൂസ് റീഡേഴ്സിന് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെ വിളിക്കും ഡെയിലി വേജസിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ 24 നമുക്ക് വരാൻ പറ്റും. എൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ റിവ്യൂ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പ്രവീണാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരാവാൻ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പം എല്ലാ ക്ലാസ്സിലും എല്ലാവരും പറഞ്ഞു ടീച്ചർ, ഡോക്ടർ. അപ്പം ഞാൻ ഓർത്തു എല്ലാവരും ക്ലീശ സാധനങ്ങളാണ് പറയണത്. ഞാൻ പറഞ്ഞു ഫിലിം സ്റ്റാർ ആവണം. കല്ല് ചെത്തായിരുന്നു എൻ്റെ അച്ഛന് ജോലി. അപ്പം അച്ഛനിങ്ങനെ കല്ല് വെട്ടിയിട്ട് ആ കല്ല് ചുമലിലേറ്റിട്ട് ഇവിടെ ഇങ്ങനെ ഭയങ്കര പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം വന്ന് ഷട്ടടിക്കുമ്പോൾ എന്നും ഇവിടെ മുറി ഉണ്ടാവും. ഗൾഫിൽ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു നിങ്ങളിനി ജോലിക്ക് പോകേണ്ട രണ്ടുപേരും. പക്ഷെ ഞാനെടുത്ത ഏറ്റവും മണ്ടത്തരം തീരുമാനമായിരുന്നു അത്. അവരത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛനന്ന് വേറെ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ചിമ്പാൻസി ഇങ്ങനെ ക്ലാസ്സിലോട്ട് വരുന്നതായിട്ട് വന്നിട്ട് ഇങ്ങനെ ചിമ്പാൻസി ആയിട്ട് അഭിനയിച്ച് ക്ലാസ്സിലോട്ട് വന്ന് അപ്പോൾ അന്ന് ആ മിസ് പറഞ്ഞു കേട്ടോ, അഭിനയിച്ച് നീ ഒരു നിലയിലെത്തും, വാണി വിശ്വനാഥിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ഒന്നും പറയാനില്ല. അപ്പം ഞാൻ ഓർത്തു ദൈവമേ വാണി വിശ്വനാഥിന് ഇനി ഒരു പിൻഗാമി. നമസ്കാരം, എംപയർ ടോക്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്കരികിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് സീ കേരളത്തിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ ദുർഗയിലെ അക്ഷര എന്ന പോലീസ് ഓഫീസർ അവതരിപ്പിക്കുന്ന ജാനകി പ്രവീൺ. സ്വാഗതം. താങ്ക് യു. സീരിയൽ അത്യാവശ്യം ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. സീ കേരളത്തിൻ്റെ ഒരു സിഗ്നേച്ചർ സീരിയലാണ്. എങ്ങനെയാണ് ഈ സീരിയലിലെ ഈ ക്യാരക്ടർ, എനിക്ക് തോന്നുന്നു കരിയറിലെ ഒരു ഫസ്റ്റ് ക്യാരക്ടറാണ്, അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് എത്തിയതൊക്കെ? ആക്ടിങ് അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരു കാര്യമായിരുന്നില്ല. ഷോർട്ട് ഫിലിംസും അതുപോലെ തന്നെ മ്യൂസിക് ആൽബംസും ഒക്കെ ചെയ്തിട്ടുള്ള പരിചയമുള്ളൂ. ടിക്ടോക്കിലും പിന്നെ അതുപോലെ റീൽസിലൊക്കെ താരമായിരുന്നു. അതെ, ഒരു സമയത്ത് അത് വെച്ചാൽ ഒരു എന്താ പറയുക 5 ഇഞ്ച് സ്ക്രീനിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. പക്ഷെ മിനി സ്ക്രീനിലേക്ക് വരാൻ മാത്രം അങ്ങനെ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, എനിക്ക് തന്നെ ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടിക്ടോക്കിൽ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനുള്ള ഷോർട്ട് ഫിലിമിനായാലും മ്യൂസിക് ആൽബത്തിനായാലും ഉള്ള അവസരം കിട്ടുന്നത്. അത് കഴിഞ്ഞ് കുറേ കാലം മുമ്പേ പരിചയമുള്ള ഒരാളായിരുന്നു ഭാസ്കർ എന്ന് പറയുക, എൻ്റെ നല്ലൊരു ഫ്രണ്ട്. അതെ, ഭാസ്കർ എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം എൻ്റെ ഫോട്ടോസ് അയക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയും നല്ലത് വരും എന്നുള്ളത് പറയും. ആഫ്റ്റർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2025 എനിക്കിങ്ങനൊരു സീരിയലിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാം, കുഴപ്പമില്ല. അന്ന് ഞാൻ ബോയ്ക്കട്ടാണ്, കുറച്ചും കൂടി മുടി കുറവായിരുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ പറ്റുമായിരിക്കും, എനിക്കറിയില്ല, നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ അയച്ചതും എല്ലാം ഭാസ്കർ തന്നെയാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ട്രിവാൻഡ്രം വരെ ഒന്ന് വരേണ്ടി വരും, ഒരു ലുക്ക് ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേറെയും കുട്ടികൾ സെയിം ക്യാരക്ടറിന് വേണ്ടി അവിടെ ഉണ്ടായിരിക്കും, നിനക്ക് പറ്റുന്ന പോലെ നീ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ പ്രൊഡ്യൂസറുണ്ട്, ഡയറക്ടറുണ്ട്, ക്യാമറമാനുണ്ട്, സെയിം ഒരു സീരിയലിൻ്റെ ഷൂട്ടിൻ്റെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അങ്ങനെ ചെന്നു ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് ഡയലോഗ്സ് പറയിപ്പിച്ചു. കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ലൈക്ക് സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ അങ്ങനെ എടുപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നേരെ ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർക്ക് പോന്നു. നമുക്ക് വലിയ ഒന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. ഭാസ്കർ വേറൊരു കാര്യം പറയാൻ വേണ്ടി എനിക്ക് മെസ്സേജ് എൻ്റെ അടുത്ത് അതിൻ്റെ ഇടയിൽ ചോദിച്ചു, നീ പിന്നെ ആ സീരിയലിൻ്റെ കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല എനിക്ക് കിട്ടില്ലല്ലോ, ഞാൻ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു നീയാണത് സെലക്ട് ആയിട്ടുള്ളത്, ഈ 1-ാം തീയതി മുതൽ ഷൂട്ടാണ്, കോസ്റ്റ്യൂംസ് എന്താ വേണ്ടതെന്ന് ചാനലിൽ നിന്ന് അറിയിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായി, ഞാൻ തന്നെയാണോ എന്ന്. അതുവരെ ആർക്കും അറിയില്ല, എനിക്കും ഹസ്ബൻഡിനും മാത്രമേ അറിയുള്ളൂ ഞാനിങ്ങനെ ഒരു ലുക്ക് ടെസ്റ്റിന് പോയതും കാര്യങ്ങളും വേറെ ആർക്കും അറിയില്ല. അതിനുശേഷം ഞാൻ ഇങ്ങനെ വീട്ടിൽ ഓരോരുത്തരോട് പറയുമ്പോൾ അവർക്കും വിശ്വാസമാവണില്ലേ, പിന്നെ സീ കേരളത്തിലോ, അത് ഫസ്റ്റ് സീരിയൽ സീ കേരളത്തിലിട്ട് അതിന് മാത്രം നിനക്കൊക്കെ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും. പിന്നെ അതിൻ്റെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്തോ ഒരു പോലീസ് സ്റ്റോറിയാണ്, ഇതുവരെ കണ്ടിട്ടുള്ള ഫാമിലി ഡ്രാമയല്ല, ഇങ്ങനെ പോലീസ് ത്രില്ലറാണ്, ഇങ്ങനെ ഓരോ കേസുകൾ അന്വേഷിക്കണം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊരു പോലീസ് ക്യാരക്ടറാണ്. പിന്നെ ഒരു AI ജനറേറ്റഡ് ഫോട്ടോ എനിക്ക് അയച്ചു തന്നു, അതായത് നമ്മുടെ ലുക്ക് എന്താണെന്നുള്ള ഒരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ അതിൽ ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ ഞാൻ വീട്ടിൽ ഭയങ്കര അലമ്പാണ്. അപ്പോൾ ആ ഒരാൾ അങ്ങനെ അത്രയും ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുക, അതാണ് എൻ്റെ വേറൊരു കുഴപ്പം. അപ്പോൾ ആ ഒരാൾ ഇപ്പോൾ ചിരിക്കാനേ പറ്റില്ല, ഇതിൽ കാണിച്ച ഈ ഒരു ലുക്കിൽ എനിക്ക് ചിരിയേ ഇല്ല. അപ്പോൾ അങ്ങനെ പറ്റുമോ എന്നൊക്കെ എനിക്കും ഡൗട്ടായിരുന്നു.
പിന്നെ സംഭവം സെറ്റായി. ഭാസ്കറും അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് എന്താ പറയുക, ഡബിൾ സന്തോഷം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പം എല്ലാത്തിനും സപ്പോർട്ടായിട്ട്. ഭാസ്കർ അരവിന്ദ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കാസ്റ്റിംഗ് ചെയ്യുന്ന ആളാണ്, പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്, പിന്നെ നല്ലൊരു ആക്ടറാണ്. ഇപ്പോ സീ കേരളത്തിൽ തന്നെ ഒരു ഷോയുടെ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മഴവിൽ മനോരമയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പുള്ളി എന്താ പറയുക, മൾട്ടി ടാലൻറ്റഡ് എന്ന് തന്നെ പറയാം. അപ്പം എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡിസ്കസ് ചെയ്യുക ആദ്യം ഞാനായിട്ടാണ്. വർക്ക് റിലേറ്റഡ് ആയാലും അല്ലാത്തായാലും ഡെയിലി എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ വിളിക്കും. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ആളാണ്. അക്ഷരയിലേക്ക് വരുമ്പോൾ അക്ഷര ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര നാളായി? ഒരു 8 മാസങ്ങളായി. ഓൾമോസ്റ്റ് ഒരു ഇയറിലേക്ക് ഒരു പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷമാവാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു പ്രതികരണമൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റീൽസിലുണ്ടായിരുന്നു. പക്ഷേ അതിന്ന് വിട്ടിട്ട് ഒരു ഫാമിലി ഓഡിയൻസിന്റെ വലിയൊരു തിരിച്ചറിയില്ലേ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആ പോലീസ് ഓഫീസറാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് എന്തെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ആസ്വദിക്കുന്നു? രസമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു കാര്യം, ഞാൻ താമസിക്കുന്നത് കുറുക്കഞ്ചേരിയിലാണ്. കുറുക്കഞ്ചേരി പൂയത്തിൻ്റെ അന്ന്, ഇപ്പോൾ കഴിഞ്ഞ പൂയത്തിന് ഞാൻ അവിടെ ജസ്റ്റ് അമ്പലത്തിൽ പോയപ്പം 2 അമ്മമാർ ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട്, അയ്യോ ആ സീരിയലിൽ വണ്ടി ഓടിക്കുന്ന കൊച്ചല്ലേ. അപ്പം ഇവരെന്നെ കാണുന്നത് ഭയങ്കര വണ്ടി ഓടിക്കുന്ന ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടി അങ്ങനെയാണ്. അപ്പം ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ടാണല്ലോ പോണേ, ആരറിയാനാ നമ്മളെ എന്നുള്ള കാരണം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓടി വന്ന് ഇങ്ങനെ കൈ പിടിച്ചിട്ട്, നന്നാവുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. കാരണം പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു പെൺകുട്ടി അങ്ങനെയാകുമ്പോൾ, പ്രത്യേകിച്ച് ബോൾഡായ പെൺപിള്ളേരെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ 2 അമ്മമാർ വന്ന് കുറേ നേരം കൈപിടിച്ച് സംസാരിച്ചിട്ടാണ് പോയത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഓരോ ഷോപ്പിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ആറ്റിറ്റ്യൂഡും പുറത്തുള്ള ആറ്റിറ്റ്യൂഡും വ്യത്യാസമുണ്ട്. അതാണ് അതിൽ ഭയങ്കര ചിരിയൊന്നുമില്ല, ഇങ്ങനെ മസിൽ പിടിച്ചിട്ടാണ്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ടല്ലേ കളിച്ചിരിച്ച് പോവല്ലേ. അപ്പോൾ ഒരു ഡൗട്ട്, എല്ലാവരും ഇങ്ങനെ ആദ്യം ഒരു ഡൗട്ടിൽ ഇങ്ങനെ നോക്കും, എന്നിട്ട് പിന്നെ ഇങ്ങനെ, അപ്പം ഞാൻ നോക്കിച്ചിരിക്കും. അങ്ങനെയാണ് വന്ന് സംസാരിക്കൽ എന്നാലും കുറവാണ്. നമ്മൾ പരിചയപ്പെടുന്നത് ഒരു അവതാരക എന്ന രീതിയിലാണ്. ഇവിടെ നമ്മുടെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ വരുന്നു. അപ്പോൾ അവതാരക എന്നുള്ളൊരു, അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കരിയറായിരുന്നു തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു. ആ ഒരു പ്ലാനും പദ്ധതികളൊക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത്? എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ എന്താ പറയുക, ക്യാമറേൻ്റെ മുന്നിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നെ തന്നെ അങ്ങനെ ഒരു എന്താ പറയുക പ്രസൻറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രസൻറ്റേഷൻ ചെയ്യുന്നത് ദുബൈയിൽ വെച്ചിട്ടാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാർക്കറ്റിംഗ് ഏജൻസിക്ക് വേണ്ടി അവരുടെ ഒരു ക്ലയൻറ്റിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തു കൊടുത്തു. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. കുറേ റീടേക്കുകൾ എടുത്ത് അവരെ വെറുപ്പിച്ചിട്ടാണ് ഞാനന്ന് ചെയ്തത്. പക്ഷെ അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ചെയ്യുന്നുണ്ടെങ്കിൽ ബെസ്റ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാമെന്നായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ കുറേ ബുദ്ധിമുട്ടിച്ച്, ഞാനും സ്വയം ബുദ്ധിമുട്ടി അന്ന് ആ വീഡിയോ ഇതാക്കി. പക്ഷെ ഔട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി. എത്ര വർഷം മുമ്പായിരുന്നു അതൊക്കെ? 2018. അതായത് 7-8 ഇയേഴ്സ് മുമ്പ്. ഒരു 18 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 10 വർഷം ആയിട്ടില്ല. അത്യാവശ്യം നമ്മൾ അതിൽ പ്രൊഫഷണൽ ആയി കഴിഞ്ഞു. ഞാൻ എന്ത് വന്നാലും അപ്പം ഞാൻ പോയി ചെയ്യും. ഞാൻ പേയ്മെന്റിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് എല്ലാം ഒരു എന്താ പറയുക പാഠങ്ങളാണ്. എല്ലായിടത്തും ചെന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാപ്പാടാൻ പഠിക്കേണ്ട സ്ക്രിപ്റ്റ് പ്രോംപ്റ്റിംഗ് ഉണ്ടായിരിക്കും, അതെങ്ങനെ പ്രോംപ്റ്ററിൽ വായിക്കാം എന്നുള്ളത് പഠിക്കും. അങ്ങനെ പറയുമ്പം ഞാൻ കേരള വിഷനിൽ ന്യൂസ് റീഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് ഞാനും ഫാമിലിയും കൊച്ചിയിലായിരുന്നു നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് കേരള വിഷനിൽ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ന്യൂസ് റീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന കടവന്ത്രയിലായിരുന്നു അവരുടെ ഓഫീസ് വരണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു കോണ്ടാക്റ്റിൽ ഞാൻ അവിടെ പോയി ഏർലി മോർണിംഗ് ന്യൂസ് 6 മണിയുടെ ന്യൂസ് ഞാൻ വായിക്കാൻ പോയിരുന്നു. അപ്പോൾ പ്രോംപ്റ്ററിൽ ആ ഒരു മോഡുലേഷൻ പിടിച്ച് എങ്ങനെ ന്യൂസ് വായിക്കുക. വിത്തൗട്ട് ജേർണലിസം എനിക്കില്ല, യാതൊരു എക്സ്പീരിയൻസ് ഇല്ല, പിന്നെ ഇതിൻ്റെ ടോൺ എനിക്കറിയില്ല. അപ്പം ഞാൻ 1-2 പേര് ന്യൂസ് വായിക്കുന്നത് 2 ദിവസം പോയി നിന്ന് കണ്ട് 3-ാമത്തെ ദിവസം ഞാൻ വായിച്ചു തുടങ്ങി. അങ്ങനെ അതേ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് നേരെ പുതിയതായിട്ട് എന്തും ട്രൈ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ട്. അപ്പം 24-ൽ പിന്നെ അതിന്റെ ഇതേപോലെ പോയിട്ട് വെച്ചാൽ കോവിഡിന്റെ സമയത്ത് ഒരുപാട് ഇവർക്ക് ന്യൂസ് റീഡേഴ്സിന് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെ വിളിക്കും ഡെയിലി വേജസിൽ. അപ്പോൾ ഇന്ന
സ്ലോട്ടിൽ വായിക്കാൻ വരാൻ പറയുമ്പോൾ പോവും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ 24 നമുക്ക് വരാൻ പറ്റി. അപ്പം ഇതെല്ലാം ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഞാൻ പോവും ചെയ്യും. ഇതുപോലെ ഇപ്പൊ ഞാൻ ഇരുന്ന സീറ്റിൽ ഇഷ്ടം പോലെ ഇരിക്കാറുള്ള ആളാണ്. ഇഷ്ടം പോലെ. അപ്പൊ പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ തുടങ്ങി പിന്നെ അത് ഹോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഹോസ്റ്റിനെ സംബന്ധിച്ച് പലപ്പോഴും ഇതിന്റെ ഒരു കോണ്ടന്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. നമ്മൾ തന്നെ അതിനൊന്ന് റിഫൈൻ ചെയ്യണം, ഒന്ന് പോളിഷ് ചെയ്യണം, എന്നിട്ട് വേണം അത് പ്രസന്റ് ചെയ്യുന്നത്. വർക്ക് ആവുമോ എന്നുള്ളത് ആ ഒരു പ്രോസസ്സും അതിന്റെ ഒരു തുടക്കം തൊട്ട് ഫൈനൽ നമ്മളത് പറയുന്ന വരെയുള്ള ഒരു പ്രോസസ്സൊക്കെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? സ്ക്രിപ്റ്റിങ് ഭയങ്കര ടഫായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇത് ആൾക്കാർക്ക് മനസ്സിലാവുമോ, അല്ലെങ്കിൽ ഈ സാധനം കൊള്ളുമോ, അതായത് നമുക്ക് മെയിനായിട്ട് ഓഡിയൻസിന് ഇത് എന്താ പറയുക ഏൽക്കുമോ എന്നുള്ള ഭയങ്കര ഡൗട്ടാണ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇതിങ്ങനെ ഫോണിൽ പറയും, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എന്താ തോന്നിയേ, കൊള്ളുമോ. അപ്പോൾ ചിലർ ഇപ്പോൾ ഭാസ്കറൊക്കെ ആണെങ്കിൽ നല്ലപോലെ സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണ്. ഭാസ്കർ ഇതിനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഇങ്ങനെ എൻഡ് ചെയ്താൽ. എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എൻഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് വരും, കണ്ടൻറ്റൊക്കെ എഴുതി വരും, ലാസ്റ്റ് എന്താക്കണം, എങ്ങനെ എൻഡ് ചെയ്യിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ വിളിച്ച് ചോദിക്കുമ്പോൾ കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും. എൻ്റെ എല്ലാ കോണ്ടൻറ്റും എങ്ങനെയാണ്, എല്ലാത്തിലും എല്ലാവരുടെയും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഭയങ്കര സപ്പോർട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ എന്താ പറയുക റിവ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പ്രവീണാണ്. എൻ്റെ എന്ത് ചെയ്താലും ആദ്യം ക്രിട്ടിസൈസ് ചെയ്യുക പുള്ളിയാണ്. ചെയ്യും മുമ്പേ ഞാൻ പ്രസൻറ്റ് ചെയ്യുക പുള്ളിയുടെ അടുത്താണ്. അപ്പോൾ ആൾ പറയും, ഇത് ഏൽക്കില്ല കേട്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് പുള്ളിയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും കണ്ടൻറ്റ് ഞാൻ ഇട്ടത് കൊള്ളൂല്ലെങ്കിൽ പുള്ളി പറയാം, വേണ്ട അത് മാറ്റിയേക്ക്, അത് വെച്ചാൽ അത് കയറുന്നില്ല, അപ്പോൾ അത് മാറ്റിയേക്ക്, നമുക്ക് മാറ്റി ഇങ്ങനെ ചെയ്യാം എന്നിങ്ങനെ പറയും. അങ്ങനെ നല്ല സപ്പോർട്ട് പുള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ട്. അപ്പോൾ ഈ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു സപ്പോർട്ടിലാണ്. ഒറ്റയ്ക്ക് ഞാനൊന്നും ചെയ്യുന്നില്ല. തുടങ്ങി വെക്കുന്നതൊക്കെ ഒറ്റയ്ക്കാണ്, പക്ഷെ അവസാനിപ്പിക്കുന്നത് എല്ലാവരുടെയും സഹകരണത്തിലാണ്. ഈ ഇപ്പോൾ നമ്മൾ തൃശ്ശൂരാണ്, കൂർക്കഞ്ചേരിയാണ് താമസം, തൃശ്ശൂർ ജനിച്ചു പറയുന്ന ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ സ്ലാങ് ഒട്ടും അങ്ങനെ കയറി പിടിക്കുന്നില്ല. അപ്പൊ അത് കുറെ നാള് ദുബായ്, പിന്നെ കുറെ നാള് എറണാകുളം, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. അതെ. പഠിച്ചത് +2 വരെ പഠിച്ചത് ഞാനിവിടെ തൃശ്ശൂർ തന്നെയാണ്. 10ാം ക്ലാസ് വരെ ശ്രീ ശാരദ മഠത്തിലായിരുന്നു. പർണാട്ടകരയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് +1 +2 പഠിച്ചത് മുല്ലശ്ശേരി ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. +1 +2 പഠിച്ചത്. അത് കഴിഞ്ഞ് നേരെ എഞ്ചിനീയറിംഗ് പഠിച്ചത് എറണാകുളത്താണ്. അവിടെ നിന്ന് പഠിത്തം കഴിഞ്ഞ് നേരെ പോയത് ദുബായിക്കാണ്. അത് എന്താ എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം പോകാനൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പുറത്തോട്ട് പോകാൻ. കാരണം അൺമാരീഡ് ആയവരെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് വിസയൊന്നും കിട്ടാൻ ഇതാണ്. അപ്പം എൻ്റെ തന്നെ എന്നെ പഠിപ്പിച്ചൊരു മിസ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എനിക്ക് വിസയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, എനിക്കത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ എനിക്കത് തീർക്കണം. അതിന് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത്രയും കുറവ് സാലറിയെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ പഠിച്ചതൊക്കെ എന്തായിരുന്നു? അപ്പോൾ ബിടെക്കാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ ചെന്ന് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കോഴ്സ് ചെയ്തായിരുന്നു, വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ചെയ്തു. അത് തൃശ്ശൂരിൽ തന്നെ ചെയ്ത് ഒരു 6 മന്ത്സിൻ്റെ കോഴ്സ്. അതും കൂടെ ആയിട്ട് ഞാൻ നേരെ ദുബായി ചെന്നു. അവിടെ വർക്ക് ചെയ്തത് ഡെവലപ്പറായിട്ടാണ് വർക്ക് ചെയ്തത്. വെബ് ഡെവലപ്പറായിട്ടാണ് വർക്ക് ചെയ്തത്. 3 കമ്പനിയിൽ വർക്ക് ചെയ്തു ഞാനവിടെ. ഒരു 6 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 21 ഞാൻ പിന്നെ നാട്ടിലോട്ട് തിരിച്ചു വരുന്നത്. കോവിഡിൻ്റെ ഇടയിലാണ് തിരിച്ചു വരുന്നത്. വീട്ടിൽ അച്ഛനൊക്കെ സുഖമില്ലാണ്ടായി, കോവിഡ് ഭയങ്കര പ്രശ്നങ്ങളായി. പിന്നെ ഇനി വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയം. അങ്ങനെ വന്നപ്പോൾ തൃശ്ശൂരിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. കാരണം ഞാൻ പഠിച്ചതും ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ IT റിലേറ്റഡ് ആയതുകൊണ്ട് തൃശ്ശൂരിൽ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആയി. അന്ന് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. നേരെ ഫാമിലിയോടെ ഞാൻ എറണാകുളത്തേക്ക് ഷിഫ്റ്റായി. അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈമായി ന്യൂസ് റീഡിങ്ങും പാർട്ട് ടൈമായി ഇൻഫോ പാർക്കിലും ഒക്കെ ആയി വർക്ക് ചെയ്ത് എല്ലാം സഞ്ചരിച്ചു. അതിനെ വീട്ടുകാരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിനും അവിടെയായിരുന്നു ഒക്കെ നമുക്ക് സൗകര്യം എല്ലാം കൂടെ. പിന്നെ എനിക്ക് ആ ന്യൂസിലൊക്കെ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് കോവിഡിൻ്റെ സമയത്ത് സുഖമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാം, കാരണം മീഡിയയുടെ ടാഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് 2 ജോബാണ് ചെയ്യണ്ടായിരുന്നു. മോർണിംഗിൽ മീഡിയയിൽ വർക്ക് ചെയ്യും, പിന്നെ അതിന് ശേഷം ഇൻഫോ പാർക്കിൽ IT കമ്പനിയിൽ വർക്ക് ചെയ്യും. അങ്ങനെയായിട്ട് കുറച്ച് നാൾ കൊണ്ടുപോയി. 2023 പ്രവീണിനെ മീറ്റ് ചെയ്യുന്നു, കൊച്ചി വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്.
അങ്ങനെ കല്യാണം ഒരുമിച്ച് ഒഴുകാൻ തുടങ്ങി. ഒരുമിച്ച് ഒഴുകാൻ തുടങ്ങി. അതിലൊരു ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ 23 ഞാനൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണം, ലയനം എന്ന് പറഞ്ഞിട്ട്. വിനീത് രാമചന്ദ്രൻ്റെ, എൻ്റെ ഭയങ്കര അടുത്ത ഫ്രണ്ടാണ് വിനീത് രാമചന്ദ്രൻ. അവൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് അവൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ലയനം എന്ന് പറഞ്ഞിട്ട് 1 മില്യൺ വ്യൂസ് വന്നു. ഹസ്ബൻഡ് പ്രവീൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷോർട്ട് ഫിലിംസും, വൈറൽ ഷോർട്ട് ഫിലിംസും ഇപ്പോഴും ഇരുന്ന് കാണും. അപ്പോൾ കാരണം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കോണ്ടൻറ്റുകൾ കാണാനായിട്ട്. ബിക്കോസ് അതിന്ന് എങ്ങനെ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ട് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആലോചിക്കുന്നത് കൊണ്ടായിരിക്കും പുള്ളി 12 വർഷമായിട്ട് ഇപ്പോൾ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് നിൽക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്ററാണ്, കൺസൾട്ടൻ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ കാണും. അപ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നതാണ് എൻ്റെ കോണ്ടൻറ്റ്, ലയനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. അപ്പോൾ അതിൽ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു അത്. അപ്പോൾ അത് കണ്ടിട്ട് ആരാണ് ഈ കുട്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മളുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിൽ നമ്മുടെ പേരും ഇൻസ്റ്റ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അതിലെടുത്ത് പുള്ളി മെസ്സേജ് അയക്കുകയാണ് ഫസ്റ്റ്. അപ്പോൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്, കാരണം ഇത് ഭയങ്കര കോൺട്രവേഴ്സി ആയ സാധനമായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരാളായിട്ടേ കണ്ടുള്ളൂ. പുള്ളി അങ്ങനെ മെസ്സേജ് അയച്ചു, ഞാൻ റിപ്ലൈ കൊടുത്തു. അങ്ങനെ കുറച്ച് ആൾ സംസാരിച്ചു, പിന്നെ ഇങ്ങനെയായി. അപ്പോൾ നോക്കിയപ്പോൾ പുള്ളിക്ക് അത് നന്നായിട്ടുണ്ട്, ആക്ടിങ് നന്നായിട്ടുണ്ട്. ആ ഷോർട്ട് ഫിലിമിൽ കുറേ പേര് അപ്രിസിയേഷൻ ഉണ്ടായി, നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഫസ്റ്റത്തെ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള അഭിനയം. സീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഷോർട്ട് ഫിലിം എന്നൊക്കെ, ഷോർട്ട് ഫിലിം അതുവരെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഷോർട്ട് ഫിലിം അത് തന്നെയാണ്. ലയനം എന്നായിരുന്നു, ലയനം ബൈ വിനീത് രാമചന്ദ്രൻ. അതിൽ ബാക്കി മ്യൂസിക് ആൽബം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാനില്ലല്ലോ, ചുണ്ടനം കണ്ടോ നമുക്ക്. ഇതിൽ ഡയലോഗൊക്കെ പറഞ്ഞ് കാണാനായിട്ട് പറ്റും. അതിൽ ക്യാരക്ടർ നെയിം ഇല്ല. അപ്പം അത് പറയാൻ പറ്റും. പഴയതാട്ടോ അത്, 2023 റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. അത് 3 വർഷം. പക്ഷെ ഞാൻ ഇങ്ങനെയല്ല, എല്ലാവരും എൻ്റെ അടുത്ത് പറയും നീ ഓരോ ടൈമിൽ കാണുമ്പോൾ ഓരോ ലുക്കാണെന്ന് പറയും. ചില സമയത്ത് കാണാൻ ഞാൻ ഭയങ്കര മെലിഞ്ഞിരിക്കണം, ചില സമയത്ത് നല്ല തടിച്ചിരിക്കും, മുഖം തന്നെ മാറുന്നു എന്ന് പറയും ഹെയർ സ്റ്റൈലിനനുസരിച്ച്. പരീക്ഷണം കുറച്ചധികം കൂടുതലാണ്. ഈ ഇപ്പോൾ നമ്മൾ ശ്രീ ശാരദാമഠത്തിൽ അവിടെയായിരുന്നു സ്കൂളിംഗ് ഒക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് ഹോബീസ് എന്തായിരുന്നു? ഈ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുമോ? യൂത്ത് ഫെസ്റ്റിവല്, അതിലുള്ള ആക്ടിങ്, മോണോ ആക്ട്, മിമിക്രി, അങ്ങനെ കുറേയധികം, അല്ലെങ്കിൽ ഡാൻസ്, അങ്ങനെ വളരെ. അപ്പോൾ നമുക്ക് ഭയങ്കര കോമ്പറ്റീഷനൊന്നുമില്ല, ഗേൾസ് മാത്രമായതുകൊണ്ട്. മിക്സഡ് ആകുമ്പോൾ അവിടെ ഒരു ബോയ്സിന് കുറച്ചൊരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും. ഇത് ഗേൾസിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മളാണ് അവിടെ മെയിൻ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ സാമർത്ഥ്യമുള്ളവർ മെയിനായി കയറും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ കുറച്ചധികം ആക്റ്റീവായിരുന്നു. സ്പോർട്സിന് ഞാനില്ല, കാരണം എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ ഇടയ്ക്കിടയ്ക്ക് വീണ് കൈയും കാലും ഒടിക്കൽ സ്ഥിരമായതുകൊണ്ട് സ്പോർട്സിന് ഞാൻ ഇറങ്ങില്ല, അത് നമുക്ക് പറ്റുന്ന പരിപാടിയല്ല. പക്ഷേ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അന്നേ ഞാൻ ഇങ്ങനെ നാടകത്തിനും നമുക്ക് അഭിനയിക്കുമായിരുന്നു. എല്ലാത്തിലും പേര്. മിമിക്രി മോണാക്ട് നമുക്ക് നടക്കില്ല, കാരണം അത് കുറച്ച് പാടില്ല. പ്രസംഗം ഭയങ്കരമായിരുന്നു, കാരണം വീട്ടിൽ നിന്നേ പറയും, ചുമ്മാ ചെറിയൊരു ടോപ്പിക് കിട്ടി ഞാൻ ഇങ്ങനെ അതെന്താണ് ഉള്ളതാണോ ഇല്ലാത്തതാണോന്നൊന്നുമില്ല, ഞാൻ ഇങ്ങനെ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിർത്താൻ പറഞ്ഞാലും നിർത്തുള്ളൂ, അതാണ് വേറൊരു കുഴപ്പമായിരുന്നു. പ്രസംഗത്തിന് പേര് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ പറഞ്ഞു വരുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ആയിരിക്കില്ല പറയേണ്ടാവുക, എൻ്റെ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും കഥയാവും. അങ്ങനെ പ്രസംഗത്തിനും നാടകത്തിനുമായിരുന്നു മെയിനായിട്ട്. പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ടീച്ചർ ഇങ്ങനെ ചോദിച്ച്, അംബീഷൻ എന്നുള്ള വേർഡ് പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളുടെ അടുത്ത് അതിൻ്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആരാവാൻ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പം എല്ലാ ക്ലാസ്സിലും എല്ലാവരും പറഞ്ഞു ടീച്ചർ, ഡോക്ടർ, നേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു എല്ലാവരും ക്ലീശ സാധനങ്ങളാണ് പറയണത്, വെറൈറ്റി ആയിട്ടൊരു സാധനം പറഞ്ഞാലോ. ഞാൻ പറഞ്ഞു ഫിലിം സ്റ്റാർ ആവണം, ആക്ടറെന്നൊന്നുമില്ല, ഫിലിം സ്റ്റാർ ആവണം. അപ്പോൾ ടീച്ചർ ഫിലിം സ്റ്റാറാന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ അതിനെ അഭിനയിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ അഭിനയിക്കാമല്ലോ. ഞാൻ നാണമെന്ന് പറയുന്ന സാധനം ഇല്ല, അന്ന് അതിനുള്ള ബുദ്ധിയില്ല. അപ്പോൾ അഭിനയിക്കുമല്ലോ എന്ന്. എന്നാൽ പിന്നെ ഈ ചാപ്റ്റർ അഭിനയിച്ച് കാണിക്കുന്നു. അപ്പോൾ അതൊരു ചിമ്പാൻസിയുടെ ചാപ്റ്ററായിരുന്നു, 8ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ്. ചിമ്പാൻസി ഇങ്ങനെ ക്ലാസ്സിലോട്ട് വരുന്നതായിട്ട് ഞാൻ തന്നെ ഇമാജിൻ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ചിമ്പാൻസി ആയിട്ട് അഭിനയിച്ച് ക്ലാസ്സിലോട്ട് വന്ന് കയറി അതേ ഇങ്ങനെ നടന്നൊക്കെ വന്ന്. അപ്പോൾ അന്ന് ആ മിസ്സ് പറഞ്ഞു കേട്ടോ, നീ എന്തായാലും അഭിനയിച്ച് നീ ഒരു നിലയിലെത്തും. അത് ഞാൻ അവിടെ വിട്ട്. ധൈര്യം കണ്ടിട്ടുള്ളതെന്ന് പറയുന്ന പോലെ സാധാരണഗതിയിൽ കലാഭമണിയൊക്കെയാണ് ഇതുപോലെ ഒരു വലിയ കുരങ്ങനായിട്ട് സ്റ്റേജിലേക്ക് വന്നിട്ട് വൻ കൈയടി നേടിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് പക്ഷെ എനിക്കിപ്പോൾ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, അന്ന്
ബോധം എന്ന് പറയണതില്ല. നമുക്ക് പറഞ്ഞും പോയി ഫിലിം സ്റ്റാർന്ന് എന്തെങ്കിലും കാണിക്കണ്ടേ, അപ്പം അങ്ങനെ കാണിച്ചതാണ്. ഇപ്പം എനിക്ക് അവരൊക്കെ മെസ്സേജ് അയക്കും, അന്ന് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് അന്ന് നീ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ല, ഞാനും വിശ്വസിച്ചില്ല. പക്ഷെ ഞാനെന്നെന്തോ വെറൈറ്റിക്ക് പറഞ്ഞതാണ്, ഇങ്ങനെ ആവാം, ഞാൻ ഇങ്ങനെ ആവുള്ളൂ എന്ന്. പക്ഷേ അത് അന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അറം പറ്റാന്ന് പറയില്ല, അങ്ങനെ ആയിരിക്കാം, കയറിപ്പോയി. പക്ഷെ അതിനുശേഷം ഞാൻ ഇപ്പോൾ ദുബായിലായിരുന്നപ്പോൾ പോലും ഞാൻ അഭിനയിക്കുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഒരു കാര്യം വിചാരിച്ചിട്ടില്ല, അവിടെ തന്നെയായിരിക്കും ലൈഫ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കോവിഡ് വന്നു, നാട്ടിൽ വന്നു, പിന്നെ അതിന് ശേഷം ഞാൻ എന്തൊക്കെയോ അൺപ്ലാൻഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ലൈഫിൽ സംഭവിച്ചു. കല്യാണം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കും, ഓക്കെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലിരിക്കലായിരിക്കും, നല്ല സുഖം, അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടും പുള്ളി എൻ്റെ അടുത്ത് അഭിനയിച്ചു, അതിനിപ്പോൾ എന്താ നല്ലതല്ലേ. പിന്നെ എന്താ പറയുക, കരിയറായാലും ഇങ്ങനെ ചെയ്യുന്നുള്ളത് പുള്ളിക്കൊരു ഐഡിയ ഉണ്ട് എന്നെ പറ്റി. അപ്പം എൻ്റെ അടുത്ത് പറയും നീ ഇങ്ങനത്തെ പ്രോജക്ട്സ് ചെയ്യ്, ഇങ്ങനത്തെ കണ്ടൻസ് ചെയ്യ്. ചിലപ്പോൾ ഞാൻ പറയും എനിക്ക് വയ്യ, എനിക്ക് മടിയാവുന്നു, ഞാൻ വെറുതെ ഇരിക്കും. അപ്പോൾ അപ്പോഴാണ് പുള്ളി പറയും അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം, ഇപ്പം ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, നമുക്ക് ഇത്ര ഇതിൻ്റെ ഉള്ളിൽ ഇത്ര ഫോളോവേഴ്സ് ആക്കണം, അതിന് നീ ഇത്ര കണ്ടൻറ്റ് ചെയ്യണം. പുള്ളിന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന ആ കാര്യങ്ങളാണ്, കണ്ടൻറ്റ് ക്രിയേഷനും പിന്നെ മാർക്കറ്റിങ്ങും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അത് പറഞ്ഞു കൊടുക്കാൻ, ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ എൻ്റെ അടുത്ത് പറയും നീ ഇപ്പം ഇത് ചെയ്താലേ നിനക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ പറയും. പുള്ളി ഇപ്പം എൻ്റെ അടുത്ത് പറയണത് നീ കുറച്ചും കൂടി അഭിനയം പഠിക്കാനുണ്ട്, നീ ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്ന അഭിനയം പോരാ എന്ന് പറയണം. അപ്പം ഞാൻ പറയും സാധാരണ എല്ലാവരും ഭാര്യേനെ തള്ളി ഓ നീ പൊളി അടിപൊളി എന്നാണ് പറയുക, എൻ്റെ അടുത്ത് നേരെ തിരിച്ചാൽ പറയാം ഞാനങ്ങനെ തള്ളിയിട്ട് കാര്യമില്ല, നീ അത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിന്നെ കുറച്ച് ഇതാക്കി പറയണം പറഞ്ഞിട്ട് ആക്ടിങ് വർക്ക്ഷോപ്സ് പങ്കെടുക്കാറുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ചെയ്യണമെന്നുണ്ട്. അതുപോലെ മാർഷൽ ആർട്ട് പഠിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ഡാൻസ് കളിക്കാറില്ല, പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന് എന്ത് ചെയ്യും, അപ്പോൾ ഒരു വെസ്റ്റേൺ ഡാൻസ് പഠിക്കുക, ക്ലാസിക്കൽ പഠിക്കുക എന്നൊക്കെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മാർഷൽ ആർട്ട് എന്തെങ്കിലും പഠിക്കണം എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഫൈറ്റ് സീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഫൈറ്റ് സീൻ കഴിയുമ്പോൾ പിന്നെ കൈയും കാലും ഉളുക്കിയിട്ട് അതാണ് ഒരു കുഴപ്പം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്ററുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയും. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്തത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രവൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി മാർഷൽ ആർട്ട് പഠിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടൊന്നല്ല ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് പോയി ചെയ്യുന്നു. പക്ഷെ എന്തായാലും പഠിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഫൈറ്റ് മാസ്റ്റർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു വാണി വിശ്വനാഥിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ഒന്നും പറയാനില്ല. അപ്പം ഞാനോടത്ത് ദൈവമേ വാണി വിശ്വനാഥിന് ഇനി ഒരു പിൻഗാമി അറ്റ്ലീസ്റ്റ് ഒരു പാവങ്ങളെ ഞാൻ നയൻതാര ഒന്നും ആവണ്ട എനിക്ക്. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ കാരണം വാണി വിശ്വനാഥ് ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ എല്ലാവരും, പിന്നെ അതുപോലെ വേറൊരു അതേ ഇതിലുള്ള വിജയശാന്തി, അവർ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇതുണ്ടെന്ന് ഒരു ഫൈറ്റ് മാസ്റ്റർ ഈ സീരിയലിന് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യാൻ വന്ന ഒരു ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞു ആ ഒരു ഇതുണ്ട്, കുറച്ചും കൂടി നീ പ്രൊഫഷണലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വേണേ ആ ലെവലിലെത്താമെന്ന്. സെറ്റ്. അപ്പം എനിക്ക് കോൺഫിഡൻസ് ആയി. ഈ സീരിയലില് ഇപ്പൊ നമ്മള് ദുർഗയില് ഒരുപാട് കോ ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരായിട്ടുള്ള നമ്മളൊരു കോമ്പിനേഷൻ സീനൊക്കെ വരുമ്പോൾ പലതും നമ്മള് അതൊരു വലിയൊരു യൂണിവേഴ്സിറ്റി ആയിരിക്കും, നമ്മൾ പലതും പഠിക്കുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ പഠിച്ചെടുക്കാൻ ഇപ്പൊ ക്യാരക്ടറിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു, ആ ക്യാരക്ടറായിട്ട് എങ്ങനെ മാറുന്നു, അങ്ങനെ സാധിച്ചിട്ടുള്ള കോ ആക്ടേഴ്സ് ആരൊക്കെയാണ്? അങ്ങനെ സാധിച്ചിട്ടുള്ളത് ഒന്നാമത് ഞങ്ങൾക്ക് ലീഡ് റോള് ചെയ്യുന്ന സാന്ദ്ര ഒരുപാട് സീരിയൽസ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരി ചെയ്യുന്നത്, അതായത് ഡയലോഗ് കേട്ടിട്ട് നമുക്ക് നമ്മുടെ മോഡുലേഷനിൽ പറയണത് എങ്ങനെയാണെന്ന് ഞാൻ അതിൽ നിന്നാണ് പഠിച്ചത്. അതുവരെ എനിക്കറിയില്ല. അല്ല ഞാനല്ല ഡബിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണിത് കേട്ടിട്ട് അത് നമ്മുടെ മോഡുലേഷനിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളാണ് പറയണത്. പ്രോംപ്റ്റ് ചെയ്യുന്നവർ അവർ വായിച്ചു പോവല്ലേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അതിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. പിന്നെ അതുപോലെ ഭാസ്കർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ ഭാസ്കറിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. മാനറിസംസ് നമുക്ക് കൂടുതൽ എക്സ്പ്രഷൻസാണ്, ഡയലോഗ്സ് ഉണ്ട്, എക്സ്പ്രഷനാണ് കൂടുതൽ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഡയലോഗ് ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ഉള്ളവരുന്നു. പിന്നെ ഞങ്ങളിൽ തന്നെ കുട്ടമ്പിള്ള എന്ന് പറയുന്നൊരു ക്യാരക്ടർ ചെയ്യുന്ന ബിനോജ് ചേട്ടൻ, ബിജു ചേട്ടൻ്റെ ബ്രദറാണ്, ബിജു സോപാനത്തിൻ്റെ ബ്രദറാണ് ബിനോജ് ചേട്ടനും ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാതെ, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ ഒരു 5 പേരുള്ള ഒരു സീനിൽ ഒരാൾ ഡയലോഗ് പറയുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ആക്ടിവിറ്റി ചെയ്യണമെന്ന് പുള്ളീനെ കണ്ടാണ് പഠിച്ചത്. അപ്പോൾ ആൾ പ്ലെയിനായിട്ട് നിൽക്കില്ല, ആളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്ടിവിറ്റി
എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് പഠിച്ചത് പുള്ളിയിൽ നിന്നാണ്. പിന്നെ അതുപോലെ അഭിഷേക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടുണ്ട്, അവനും 2-3 സീരിയൽ ചെയ്തിട്ടുണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അഭിഷേക് ചെയ്യുന്ന ക്യാരക്ടർ ഗോകുൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ. വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ചെയ്യുന്നത് അഖിൽ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഇവരെല്ലാവരും ഞങ്ങളൊരു ടീമാണ്, ഞങ്ങളാണ് പോലീസ് ടീം. വിഷ്ണു, അഭിഷേക്, ഭാസ്കർ, ഞങ്ങൾ 4 പേര്, ആൻഡ് കുട്ടമ്പിള്ള എന്ന് പറയുന്നത് ബിനോജ് ചേട്ടൻ. ഞങ്ങൾ 5 പേരാണ് ടീം എന്ന് പറയുന്നത്. പിന്നെ 2 പേര് ഹീറോയിനും. ഇത്രയും പേരാണ് ഞങ്ങളുടെ സീക്രട്ട് പോലീസ് ടീം. അപ്പോൾ ഈ പോലീസ് ടീം എപ്പോഴും മീറ്റിംഗ് ആണ്. ഞങ്ങൾ വരുന്ന സീൻസ് പറഞ്ഞാൽ ഞങ്ങളുടെ മീറ്റിംഗ് പുതിയ ഞങ്ങൾക്ക് എന്തെങ്കിലും ടാസ്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുക, അതിനു വേണ്ടി പുറപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ഡയലോഗ് ഉണ്ടാവില്ല. ഈ സമയത്താണ് ഞാൻ പറഞ്ഞ ഈ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ ഇമോഷണലൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതിലേക്ക് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഒരുപാട് ബിസിനസ് പോഡ്കാസ്റ്റ് വരെ നമ്മൾ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അത്തരം മേഖലകളിൽ പുതിയ ലേഡി എന്റർപ്രണേഴ്സ് അവരൊക്കെയായിട്ട് അത്യാവശ്യം നല്ല കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സീരിയലിൽ അഭിനയം, അങ്ങനെ ആക്ടിങ് കരിയർ കൊണ്ടുപോകുന്നു. മോഡലിങ് അതുപോലെയുള്ള മറ്റ് മേഖലകളിലൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റും അതിനോടുള്ളൊരു പാഷനൊക്കെ എങ്ങനെയാണ്? എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. ലൈഫിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ഇത് ട്രൈ ചെയ്യലാണ്. ഇതിലേതിൽ പറ്റുമെന്നുള്ളത് പിന്നെ ബാക്കി എന്താ പറയുക, ബ്രാൻഡോ അല്ലെങ്കിൽ അവരല്ലേ തീരുമാനിക്കുന്നത്, നമുക്ക് ഏത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ എക്സ്പീരിയൻസ്. മോഡലിംഗ് എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഞാൻ 1-2 ബ്രാൻഡ്സിന് വേണ്ടി, ടെക്സ്റ്റൈൽ ബ്രാൻഡ്സിന് വേണ്ടി മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുങ്ങാനൊക്കെ ഇഷ്ടമാണല്ലോ പെണ്ണായതുകൊണ്ട്. പിന്നെ കുറച്ച് അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് സ്കിൻ കെയർ ബ്രാൻഡിൻ്റെ ഷൂട്ടൊക്കെ ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ ബ്രാൻഡ് അറിഞ്ഞിട്ടാണ് ചെയ്തത്. അതായത് ആ ബ്രാൻഡിനെ കുറിച്ചും ആ പ്രോഡക്റ്റിനെ കുറിച്ചും അറിഞ്ഞിട്ട് ചെയ്തതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെയ്ത ആ വർക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തത്. പിന്നെ കൂടുതലും ഹസ്ബൻഡിൻ്റെ തന്നെ ബ്രാൻഡുകളായിരുന്നു. പുള്ളി കൺസൾട്ട് ചെയ്യുന്ന ബ്രാൻഡുകളാണ് എനിക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത്ര പ്രൊഫഷണലി അറിയപ്പെടുന്നൊരു മോഡലല്ലാത്തതുകൊണ്ട് പുള്ളിയാണ് എന്നെ അങ്ങനത്തെ ബ്രാൻഡിലോട്ട് സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ആൾ ബ്രാൻഡിനോട് പറയും ഇങ്ങനെ വൈഫ് അത്യാവശ്യം ചെയ്യും, അപ്പോൾ എനിക്കതൊരു ഓപ്പർച്യൂണിറ്റി, അവർക്കൊരു കംഫർട്ടബിളാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പിന്നെ അല്ലാണ്ട് പുറത്ത് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടും പിന്നെ ഓരോ ബ്രാൻഡിൻ്റെ വീഡിയോസ് കണ്ടിട്ടും അങ്ങനെ വിളിച്ചിട്ടുള്ളത്. വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ഇടയ്ക്കും തലയ്ക്കൊക്കെ അങ്ങനെ വിളിക്കും, ഫോൺ ചെയ്യും. ഈ പുതിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകളൊക്കെ എങ്ങനെയാണ്? പുതിയ പ്രൊജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മൂവി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബഹളമുള്ള മൂവിയല്ല. ഇപ്പം ഇങ്ങനെ ഫെമിനിറ്റി ഫാത്തിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ആ ഒരു ലെവലിൽ നാച്ചുറലായിട്ടുള്ള എനിക്ക് ഭയങ്കര അതെ അങ്ങനത്തെ മൂവീസില്ലേ. അപ്പം അവാർഡ് കിട്ടണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അഭിനയിക്കുമ്പം അതുപോലെ തിയേറ്റർ എന്ന് പറഞ്ഞ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പെരുമാനി എന്ന് പറഞ്ഞ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെയൊക്കെ മൂവീസില്ലേ, ആ ഒരു ടേസ്റ്റ്, ആ സംഭവം മനസ്സിലായി. അങ്ങനത്തെ സംഭവം ഇല്ല നമ്മുടെ ക്യാരക്ടറിന് ഒരു ക്യാരക്ടർ ആർക്കും ഒരു കൃത്യമായിട്ട് ഒരു അടയാളപ്പെടുത്തലും മെയിൻ ആവണമെന്നില്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു റോൾ മോഡൽ പറയുന്നത് സുരഭി ചേച്ചിയാണ്, സുരഭി ലക്ഷ്മി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരുടെ ആക്ടിങ്ങും ഇതൊക്കെ. അപ്പോൾ നായിക ആ ഒരു ഇതല്ല, പക്ഷേ ആ വേ ഓഫ് ആക്ടിങ്ങും ആ ഒരു പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ നോക്കണുണ്ട്. അങ്ങനത്തെ കിട്ടിയാൽ ഓടി ചെയ്യും. അതിന്റെ ഒരു ഡബിങ്ങിന്റെ ഏരിയ ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ കോൺഫിഡൻസ് ഉണ്ട്. അപ്പം എനിക്കത് പറ്റുമോ എന്നുള്ളത്, അതിനാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട് പറഞ്ഞത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക എന്നുള്ള. പിന്നെ പറ്റിയാൽ ചെയ്യും, അവർക്കും കൂടെ പറ്റിയിട്ട് എന്നെ വിളിച്ചാൽ എനിക്കും കൂടെ അത് എന്താ പറയുക ചെയ്യാൻ വർക്കായാൽ ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഇതുണ്ട്, പ്ലാനും ഉണ്ട്, ചെയ്യണമെന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു അരമണിക്കൂർ പോഡ്കാസ്റ്റിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടൊരു പേരുകളിലൊന്ന് പ്രവീണിന്റെ പേരാണ്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പ്രീതമയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ആളുടെ ഒരു പ്രൊഫഷൻ, ഒരു കരിയർ ഒക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ കണ്ടുമുട്ടിയ കഥ പറഞ്ഞതിൽ ഒരു 6 months ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് പരിചയത്തിൽ നിന്നിട്ടാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഫ്യൂച്ചർ സ്കൂൾ എന്നാണ് പേര്. ഒരു ഓൺലൈൻ അക്കാഡമിയാണ്. ലൈഫിലെ ഫ്യൂച്ചറിനൊപ്പം തന്നെ പ്രൊഫഷണലി ഫ്യൂച്ചർ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്നിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിച്ച് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും എന്നാണ് അന്ന് ഞങ്ങൾ
സംസാരിച്ചൊരു കാര്യം. അങ്ങനെ ഫ്യൂച്ചർ സ്കൂൾ എന്നാണ് നമ്മുടെ ഒരു കമ്പനിയുടെ പേര്. അത് അക്കാഡമിയാണ്, ഓൺലൈൻ അക്കാഡമിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് മെയിനായിട്ട് അതിൽ പഠിപ്പിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ്, കോണ്ടൻറ്റ് ക്രിയേഷൻ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ ഗ്രോത്ത് മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ബിസിനസ് കൺസൾട്ടിങ് പുള്ളി അതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 12 വർഷമായിട്ട് ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. അപ്പോൾ അതിൽ തന്നെ ഫ്യൂച്ചർ സ്കൂൾ. സ്കൂളിൻ്റെ സ്പെല്ലിംഗ് തന്നെ ഡിഫറെൻ്റ്, SKOOL അങ്ങനെയാണ്, SCHOOL അല്ല, SKOOL ആണ് ഫ്യൂച്ചർ സ്കൂൾ. അപ്പോൾ അത് ആണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഫോർ മാരേജ്. അതിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോണ്ടൻറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സൈഡ് എൻ്റെ കയ്യിൽ തരികയാണ്. പിന്നെ ഓപ്പറേഷൻസും, അതായത് എങ്ങനെ ഇപ്പം സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ എൻറോൾ ചെയ്ത് കയറി പഠിച്ച് ഇറങ്ങി പോയി ആൾക്ക് ജോബ് കൊടുക്കുന്ന ആ ഒരു ഏരിയ വരെയുള്ള ഓപ്പറേഷൻ സൈഡ് ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്യേണ്ടായിരുന്നത്. ബാക്കി പ്രവീൺ ട്രെയിനിങ് സൈഡും പിന്നെ അത് അക്കാഡമിക് സൈഡും പ്രവീണാണ് ഹാൻഡിൽ ചെയ്യേണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു. പിന്നെ ഒരു മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം സ്റ്റഡീസ്, ലേണിങ് അല്ലെങ്കിൽ എന്താ പറയുക, എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഇത് വിട്ടിട്ട് അവർക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ക്ലയൻസിനെ എടുത്തിട്ട് ഇവരെ കൊണ്ട് പഠിക്കുമ്പോൾ ഇവരെ കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യിപ്പിച്ച് ഒരു എക്സ്പീരിയൻസും കൂടെ കൊടുത്തു തുടങ്ങി. പിന്നെ വന്ന് ഈ ബിസിനസ് ഓണേഴ്സിനും ഇത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായി തുടങ്ങി. കാരണം എന്താണ് നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുന്നതെന്നുള്ളത് ഓണേഴ്സും കൂടെ അറിയണമല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് ബിസിനസ് ഓണേഴ്സിനുള്ള ഒരു ക്ലാസ്സും കൂടെ പുള്ളി പതുക്കെ തുടങ്ങി. അതുവരെ നമുക്കുണ്ടായിരുന്നത് സ്റ്റുഡൻസ്, പഠിക്കുന്ന കുട്ടികൾ, സ്റ്റുഡൻസും ഹൗസ് വൈഫ്സൊക്കെ ആയിരുന്നു ഇത് പഠിക്കണ്ടായിരുന്നത്. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഹെൻ ആർട്ടിസ്റ്റ്, അങ്ങനത്തെ കുഞ്ഞു എൻ്റർപ്രണേഴ്സ്. അല്ലാതെ നമുക്ക് വലിയ ഓണേഴ്സൊന്നും വരണ്ടായിരുന്നില്ല, വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ എന്താ പറയുക, ടെക്സ്റ്റൈൽ ഓണേഴ്സും ഒക്കെ വന്നിട്ട് പ്രവീണിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പുള്ളീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് രണ്ടുപേരും ഒരേ പ്രൊഫഷൻ ആയതുകൊണ്ടും പരസ്പരം കൃത്യമായ ഒരു അന്തർധാര അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊണ്ടും ഇത് നന്നായി വർക്കാവാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. 2022 കമ്പനി ഫോം ആയിട്ടുള്ളത്. നമ്മൾ 2022 രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ 4 വർഷം കൊണ്ട് അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുണ്ട്. അത്യാവശ്യം ക്ലയൻസും അത്യാവശ്യം സ്റ്റുഡൻസും വന്ന് നിൽക്കുന്നു. പുതിയ പ്ലാനിങ്ങുകൾ, പുതിയ പഠന രീതികളൊക്കെ പുള്ളി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും ഒക്കെയാണ് നമ്മൾ ശരിക്കും തോന്നുന്നു അത്യാവശ്യം നമുക്കൊരു ഫ്രീഡം തന്നത് കൊണ്ട് കൂടിയായിരിക്കാം എന്നെ ഇങ്ങനെ ആക്കിയത് അവരാണ്. അച്ഛൻ സാധാരണ ഒരു കൂലിപ്പണിയായിരുന്നു, അമ്മ ടൈലറായിരുന്നു, ഇപ്പോഴും തയ്ക്കും. അപ്പോൾ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, ഞാൻ മൂന്നാമത്തെയാണ്. മൂത്ത 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ റിലേറ്റീവ്സ് അല്ല ഞങ്ങളുടെ തറവാട് അടാട്ടായിരുന്നു, അടാട്ട്. അപ്പോൾ അവിടെ എല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും പറയും, 3 പെൺപിള്ളേർ, 3 പേരെയും കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാവും, നിങ്ങൾ 2 പേരും ഒറ്റയ്ക്കാവും. സാധാരണ എല്ലാ ഫാമിലിയിലും അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ കേട്ടുകൊണ്ടിരുന്ന കാര്യം അതാണ്. ഞാനും കൂടെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അച്ഛനമ്മയും പിന്നെ ഒറ്റയ്ക്കാവും. അപ്പോൾ പണ്ട് മുതലേ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ കല്യാണം കഴിച്ച് പോവില്ല, ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരാം. അപ്പോൾ അത് അന്നത്തെ ഒരു ബുദ്ധിയിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരാളെ കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾ, എൻ്റെ അച്ഛനമ്മേനെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ല. കാരണം അവർ കുറേ കഷ്ടപ്പെട്ടു. അച്ഛൻ ഇങ്ങനെ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് പറയും, കല്ല് ചെത്തായിരുന്നു എൻ്റെ അച്ഛന് ജോലി. അപ്പോൾ പറയും, എന്നെ അമ്മൂന്ന് വിളിക്കുക വീട്ടിൽ, അമ്മൂന് ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ഈ മഴു താഴെ വയ്ക്കാമെന്ന് പറയും. അപ്പോൾ അച്ഛനിങ്ങനെ കല്ല് വെട്ടിയിട്ട് ആ കല്ല് ചുമലിലേറ്റിട്ട് ഇവിടെ ഇങ്ങനെ ഭയങ്കര പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം വന്ന് ഷട്ടടിക്കുമ്പോൾ എന്നും ഇവിടെ മുറിയുണ്ടാവും. ഈ കല്ല് ചുമന്ന് കൊണ്ടുപോയി മാറ്റിയിടുമ്പോൾ അത്രയും വെയിറ്റുള്ള കല്ലാണ് അത് ചുമന്നിട്ട്. എന്നിട്ട് പറയും, അപ്പോൾ ഞാൻ എന്നും ഇത് നോക്കും പോയിട്ട്, അപ്പോൾ ഇത് എന്നും മുറിയാണ്, എന്നും ഇത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്നിട്ട് നോക്കുമ്പോൾ പറയും, നീ പഠിച്ച് നിനക്ക് ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ഈ മഴ താഴ്ത്ത് വെക്കാമെന്ന് പറയും. അതേപോലെ ഞാൻ ഗൾഫിൽ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു, നിങ്ങളിനി ജോലിക്ക് പോകേണ്ട 2 പേരും. പക്ഷെ ഞാനെടുത്ത ഏറ്റവും മണ്ടത്തരം തീരുമാനമായിരുന്നത്. കാരണം അവരുടെ ഇഷ്ടത്തിൽ അവർ എൻജോയ് ചെയ്യേണ്ടായിരുന്ന കാര്യം. അത്രയും എഫേർട്ട് ഉണ്ട്. പക്ഷെ എന്നാലും അച്ഛൻ്റെ കൂട്ടുകാരെയും അവരത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛനന്ന് വേറെ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ജോലിക്ക് പോകാണ്ട് വീട്ടിലിരുന്ന് തുടങ്ങിയോ, അതേ പിന്നെയാണ് അച്ഛന് വയ്യാണ്ടായത്. പക്ഷെ ഞാൻ ഓർത്തത് അച്ഛനത് സുഖമായിരിക്കും, ജോലിക്ക് പോകാണ്ടിരിക്കുമ്പോൾ അത് നല്ല എന്താ പറയുക, അതായിരിക്കും അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. പക്ഷെ അവരുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2 പേർക്കും ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അവർ ജോലിക്ക് പോയിരുന്ന സമയത്ത് അവരവരുടെ സന്തോഷത്തിൽ ഫ്രണ്ട്സൊക്കെ ആയി അവർ എൻജോയ് ചെയ്തിരുന്നു.
ഞാൻ എന്ന് നിർത്തിയോ അതേ പിന്നെയാണ് അച്ഛന് വയ്യാണ്ടായതും അമ്മയ്ക്കായാലും പലതരത്തിലുള്ള അസുഖങ്ങൾ വീട്ടിലിരുന്ന് തുടങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ ശരിക്കും അങ്ങനെ ചെയ്യരുത്. അവർ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അവരുടെ ഇഷ്ടത്തിന് വിടുകയായിരുന്നു ചെയ്യേണ്ടിരുന്നതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്നാൽ കുറച്ചും കൂടിയും ആരോഗ്യം ഉണ്ടാവുമായിരുന്നു. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആ അച്ഛനൊക്കെ അത്രയും ബുദ്ധിമുട്ടായിരുന്നു, കല്ലൊക്കെ ചുമന്ന് അങ്ങനെയൊക്കെ കാണുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ കാര്യം ഉള്ളിലുള്ളതുകൊണ്ടാണ് ഞാനന്ന് അങ്ങനെ ചെയ്തത്. പക്ഷെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇഷ്ടത്തിന് അവർ വർക്ക് ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ ഇനിയിപ്പം ഞാൻ വരട്ടെ, അവള് വലിയ ഇതൊക്കെ ആയിട്ട് ഇപ്പോഴും അച്ഛനും അമ്മേനും പണിക്ക് വിടുന്നു അതും പറയും. അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുള്ള ആൾക്കാരാണല്ലോ. അതൊക്കെയാണ് വീട്ടിലെ വിശേഷം. പിന്നെ ചേച്ചിമാരായാലും മക്കളായാലും ഒക്കെ നല്ല സപ്പോർട്ടുണ്ട്. എല്ലാ കാര്യത്തിനും സന്തോഷമാണ് എല്ലാവർക്കും. ഓരോ പുതിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ ചോദിക്കും. സീരിയലിൽ കാണുമ്പോൾ അവരും പറയും അനിയത്തിയാണ് എന്നൊക്കെ ചേച്ചിമാരും പറയും. അഭിമാനമാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതൊക്കെ അവർ വിളിച്ച് പറയാറുണ്ട്. ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ ഞങ്ങൾ പറയാറുണ്ട്. ഇപ്പോഴും എല്ലാവരും കൂടി ഒരു സഹകരണം, ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോഴായാലും ചർച്ചകൾ പലതും എൻ്റെ പ്രൊജക്ട്സിനെ പറ്റിയും ഇനി നീ അത് ചെയ്യ്, ഇനി നീ അവരുടെ കൂടെ അഭിനയിക്കുക എന്നൊക്കെ ഇങ്ങനെ അവരുടെ ഭാഗത്തു നിന്നുമൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും കൂടുന്നതും കാണുന്നതും ഒക്കെ വളരെ കുറവാണെങ്കിലും എനിക്ക് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ച് നിർത്താൻ പറ്റുന്നുണ്ട്. അത് ഇപ്പം ഇങ്ങനെ എന്താ പറയുക, ഫെയിം ആയതുകൊണ്ടാണെന്നൊന്നുമല്ല ഞാൻ പറയണേ. എല്ലാവരും എന്താ പറയുക ഫാമിലിയിൽ സഹകരിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കും അത് വലിയൊരു സപ്പോർട്ടാണ്, പോസിറ്റീവാണ്. മുന്നോട്ട് പോകുമ്പോഴായാലും എല്ലാ കാര്യങ്ങൾക്കായാലും അവരും കൂടി ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു അസറ്റ്. കുറേ പൈസ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറേ സൗകര്യങ്ങൾ ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ സന്തോഷം സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണതാണ്. എല്ലാ കാര്യത്തിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിൽക്കണം. തന്നെയാണ് അതെനിക്ക് എന്തായാലും ദൈവം സഹായിച്ചുകൊണ്ട് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം കൊണ്ട് ഒരു വെബ് ഡെവലപ്പറായിട്ട് ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ ഹോസ്റ്റ് ചെയ്യുന്നു, ആക്ട്രസ് ആവുന്നു, പിന്നെ പലവിധ പരിപാടികൾ ചെയ്യുന്നു, മോഡലാവുന്നു, പുതിയ സ്വപ്നങ്ങൾ കാണുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ക്യാരക്ടർ ആർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കരിയർ ആർക്ക് വളരെ ഗംഭീരമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് 10 വർഷം കൊണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ സഫലമാവട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ ഇങ്ങോട്ട് വിളിച്ചതും എനിക്കിങ്ങനൊരു അവസരം തന്നതും എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ വിശേഷങ്ങളും ഷെയർ ചെയ്യാനായിട്ട് എനിക്കിങ്ങനൊരു സീറ്റ് തന്നതിനും ജിവിൻ ചേട്ടനോടും മീഡിയ പീഡിയോടും ഈ പ്രോഗ്രാമിനോടും എംപയർ ടോക്സിനോടും നന്ദി. ഓക്കെ, താങ്ക് യു.